ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ലെമൺ ഗാർലിക് ചിക്കനാണ്. അതിനായി ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുരുമുളകും ഉപ്പും മൈദമാവും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പി വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓരോ പീസുകളായിട്ട് ഇതിലോട്ട് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഏതാണ്ട് ഒരു 2-3 ബാച്ചായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസുകളായിട്ട് ഒന്ന് മറിച്ചിടാം. ഇത് ഒരുപാട് കുക്കാവണ്ട, ഒന്ന് ഏതാണ്ട് ഒരു നല്ല ഒരു വേവാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതേ രീതിയിലാവുമ്പോൾ നമുക്കെടുക്കാം. ഈ ചിക്കന് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഇതേ ഫ്രൈ പാനിലാണ് നമുക്ക് അടുത്ത ഗ്രേവി തയ്യാറാക്കാനുള്ളത്. ഗ്രേവിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇടാം. ഒന്ന് ഏതാണ്ട് ഒരു നല്ല ബ്രൗൺ കളറാകുമ്പോൾ വീണ്ടും നമുക്കൊരു 2 സ്പൂൺ മൈദ മാവിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം അല്പം ഉപ്പ്, ഒറിഗാനോ, പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ്, അത് ഇത്രയും ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ചിക്കൻ്റെ ബ്രോത്ത് അതിലോട്ടൊഴിച്ച് ഈ കട്ട കെട്ടി കിടക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ട് ഫുള്ളും ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് ഫുള്ള് ചിക്കനും ഈ ഗ്രേവിയിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പാഴ്സ്ലി ലീവോ അല്ലെങ്കിൽ മല്ലിയിലയോ മതി, ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഞാൻ മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഒന്നും കൂടി ആഡ് ചെയ്ത് അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ടൊരു സാലഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളും അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ്, ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതും ഉപയോഗിക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അത് നന്നായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അര നാരങ്ങയുടെ നീര് കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഒരല്പം വേണമെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ചീസ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷ് എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ ഹാഫ് പോർഷനിലോട്ട് മാറ്റാം. ബാക്കി പോർഷനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ലെറ്റ്യൂസ് സാലഡ് വയ്ക്കാം. ഈ ലെമൺ ഗാർലിക് ചിക്കൻ്റെ കൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലെറ്റ്യൂസ് സാലഡാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് കുറേ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.